തീർച്ചയായിട്ടും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് ഫങ്ഷൻസ് അദ്ദേഹം കോഴിക്കോടുള്ള എല്ലാ ഫങ്ഷൻസും അദ്ദേഹം ക്ഷണം എന്താ പറയുക അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാൽ പോലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനില്ല അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയതിന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുപാട് ക്രിയേറ്റർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ വലിയൊരു നന്ദി കൂടി അറിയിക്കുകയാണ്. സ്വാഗതം, വെൽക്കം സർ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആൻഡ് നമ്മുടെ മറ്റൊരു മുഖ്യ അതിഥി, ഡയറക്ടർ, ആക്ടർ എന്നീ നിലകളിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിപ്രഭാവം തന്നെയായിട്ടുള്ള നമ്മുടെ മുസ്തഫക്ക ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ക്രിയേറ്റർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാമായിട്ടുള്ള നിതിൻ സാറാണ്, നിതിൻ പണിക്കർ. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അതോടൊപ്പം തന്നെ നമുക്ക് ആശംസ അറിയിക്കാൻ നമുക്കിവിടെ എത്തിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ. ഒന്ന് അനന്തകൃഷ്ണൻ സർ, അദ്ദേഹം നമ്മുടെ ക്രിയേറ്റർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതോടൊപ്പം ജെയ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് കൂടിയായിട്ടുള്ള അനന്തകൃഷ്ണൻ സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അതോടൊപ്പം തന്നെ മറ്റൊരു നമ്മുടെയൊക്കെ BRG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ബാബുരാജ് സർ, നമ്മുടെ വൺ ഓഫ് ദ സ്പോൺസർ ആയിട്ടുള്ള ബാബുരാജ് സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു, വെൽക്കം സർ. അടുത്തതായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ നിതിൻ സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ആദ്യമായി സ്വാഗത പ്രാസംഗികൻ ജിഷ്ണു, നമ്മുടെ പ്രിയങ്കരനായ സംവിധായകനും ഉദ്ഘാടകനുമായ ഷാജോൺ കാര്യൽ സാർ, മുഖ്യാതിഥി മുഹമ്മദ് മുസ്തഫക്ക, BRG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ബാബുരാജ് തുടങ്ങിയവർക്ക് ഈ ക്രിയേറ്റർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി പറയുന്നു. കൂടാതെ നമ്മുടെ മത്സരത്തിൽ ഭാഗമായ എല്ലാ ഡെലിഗേറ്റ്സിനും അവരുടെ കൂടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അർപ്പിക്കുന്നു. നമ്മൾ ക്രിയേറ്റർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറച്ച് വർഷങ്ങളായി പ്രൊഡക്ഷൻ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ അടുത്ത കാലത്തായി 2024-25 കാലഘട്ടത്തിലായി നമ്മൾ ഈ മേഖലയിൽ തന്നെ കുറച്ച് ഇവൻസുകളും കാര്യങ്ങളും, അതായത് ആക്ടിംഗ് ക്യാമ്പ്, 1 ഡേ ആക്ടിംഗ് ക്യാമ്പ്, 1 ഡേ റൈറ്റിംഗ് സിനിമ, ആക്ടിംഗ് സിനിമ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഇതേ രീതിയിൽ തന്നെ നടത്തിയിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് ക്രിയേറ്റർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ സാധിച്ചത്. പരിപാടി പങ്കെടുക്കാൻ ഇപ്പോൾ നിലവിൽ 22 ഹ്രസ്വചിത്രങ്ങളും 10 മ്യൂസിക് വീഡിയോസും ആണ് മത്സരാർത്ഥികളായിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള വർക്കുകളാണെങ്കിലും എല്ലാവർക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ അതിൻ്റെ അധ്യക്ഷ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ഷാജോൺ സാറിനെ ഉദ്ഘാടനം ചടങ്ങ് നിർവഹിക്കാനായി ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലെ സിനിമ പ്രവർത്തകരെ, ക്രിയേറ്റർ ഇൻ്റർനാഷണൽ ഷോർട്ട് മൂവി ഫെസ്റ്റിവലിൻ്റെ ആദ്യത്തെ ഫെസ്റ്റിവലാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് മിഠായിത്തെരുവ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ
ഇവാലുവേഷനും മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. വീണ്ടും ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാവാൻ, അതിലൊരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഇത്രയും ആളുകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് സന്തോഷം അതിന് മുന്നിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് സിനിമാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായി ചെറിയ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചു കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എനിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം വന്നു. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. പിന്നെ അനന്തകൃഷ്ണനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാണ്. വരുമ്പോൾ ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അധികം സംസാരിക്കാൻ പറ്റില്ല, ലങ്സിൽ വാട്ടർ കണ്ടന്റ് കൂടുന്നതുകൊണ്ട് എനിക്കൊരു ബ്രീത്തിങ് പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടാവും. എന്നാലും 2 വാക്ക് സംസാരിക്കാനും നിങ്ങളോടൊപ്പം ചേരാനും പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരു ഭാഗത്തുണ്ട്. സിനിമയുടെ വലിയ സ്ക്രീനിൻ്റെ ഭാഗത്ത് 40 വർഷത്തോളം എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് പുതുതായിട്ട് സിനിമാ രംഗത്തേക്ക് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു കൈ കൊടുക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും എന്നും എന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളും ഞാൻ അതിനുവേണ്ടി തന്നെ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഞാൻ സമയം ചെലവഴിക്കുന്നത് അത്തരം കാര്യങ്ങളും അങ്ങനെയുള്ള ട്രെയിനിങ്ങളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടാണ്. അതിനുവേണ്ടി എവിടെയാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും ഞാൻ പോകാറുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. മൂവി മേക്കിംഗ് വർക്ക്ഷോപ്സ് ആണെങ്കിലും ആക്ടിങ് വർക്ക്ഷോപ്സ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ വർക്ക്ഷോപ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ ഒരുപാട് സന്തോഷമുള്ളതാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറയുടെ ഭാഗമാകുമ്പോൾ നമ്മൾക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അവരുടെ ടേസ്റ്റ്, അവരുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ പരിചയിച്ചിട്ടുള്ള കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് ഇവരുടെ കൂടെ ഒരു വർഷമൊക്കെ ചിലവഴിക്കുന്നത്. ഒരു വർഷം കൊണ്ടൊക്കെ ഒരു സിനിമ ചെയ്യുന്ന അവരുടെ പുതിയ രീതികളൊക്കെ ഭയങ്കരമായ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുക. അതിൽ ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ്. അവരുടെ സിനിമയോടുള്ള പാഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പേരിന് പറയുന്ന ഒരു പാഷനല്ല, വളരെ ആത്മാർത്ഥമായിട്ട് എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാനും ബിഗ് സ്ക്രീനിൻ്റെ ഭാഗമാകാൻ അവർ ചിലവഴിക്കുന്ന അവരുടെ ചർച്ചകൾ. ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ഫസ്റ്റ് ക്ലാപ്പിൻ്റെ ഭാഗമായിട്ട് സിനിമ സൊറ എന്ന് പറഞ്ഞിട്ട് വെറുതെ ആഴ്ചയിൽ ഒരു ദിവസം സൊറ പറഞ്ഞിരിക്കുക. സിനിമയെ കുറിച്ച് എന്തും പറയാം, ഏതും എങ്ങനെയും ആർക്കും സംസാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ ആശയങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ സിനിമാ സൊറയുടെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ ഓരോരോ തോട്ട്സും ഐഡിയാസും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ഏത് വേദികളിലും ഞാൻ എപ്പോഴും അതിൻ്റെ സജീവമായി പങ്കെടുക്കാറും അതിൻ്റെ ഭാഗമാവാറുണ്ട്. ഇനിയും ഒരുപാട് കലാകാരന്മാർ വളർന്നു വരേണ്ടതുണ്ട്. സിനിമ എല്ലാവർക്കും വേണ്ടിയായിരിക്കണം. പണ്ടൊക്കെ സിനിമ ഒരു ചെറിയ നിശ്ചിത വിഭാഗത്തിന് വേണ്ടി മാത്രം എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് പിന്നെ ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈലിലാണെങ്കിൽ പോലും സിനിമ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിൽ തന്നെ സ്റ്റോറി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം സൗകര്യം ഉണ്ടായ സ്ഥിതിക്ക് ഈ വിരൽത്തുമ്പിൽ തന്നെ സിനിമ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ക്വാളിറ്റിയിൽ, അതായത് സിനിമയുടെ ആശയം മാത്രമല്ല ഞാൻ പറയുന്നത്, ക്വാളിറ്റിയും കൂടെ ഒരുപാട് ബെറ്റർമെൻറ്റ് ഇപ്പോൾ പുതിയ തലമുറയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പല പുതിയ ചെറുപ്പക്കാരും ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. നമ്മൾ വലിയ എന്തോ സംഭവം ആയി എന്നുള്ളതുകൊണ്ടല്ല, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം ഞെട്ടി എന്ന് പറയുന്ന സിനിമ എക്കോ ആണ്. എക്കോ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന നേരത്തെ നിശ്ചയിച്ചു. കാരണം ദിൻജിത്ത് സയ്യാദിനെ എനിക്ക് മുൻകൂട്ടി പരിചയമുണ്ട്, അതിൻ്റെ സംവിധായകനെ. അപ്പോൾ അദ്ദേഹം എന്നോട് ആ ദിവസം കാണണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യത്തിലാണ് ഞാൻ പോയി കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോഴും ഞാൻ ആ ഞെട്ടൽ മാറിയിട്ടില്ല. ഞെട്ടൽ എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പൂൺ ഫീഡിങ് അല്ലാതെ അങ്ങനെയൊക്കെ ഒരു സിനിമ പറയുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ മലയാളത്തിൽ ഒരു സിനിമ പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ലോകയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയും വ്യത്യാസമുണ്ട്. ലോക വേറൊരു പാറ്റേണിലും വേറെ ജോണറിലാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമ കൺസീവ് ചെയ്ത് അതിൻ്റെ തിരക്കഥാകൃത്തിനെയും അതിൻ്റെ സംവിധായകനെയും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പടം കണ്ടു കഴിഞ്ഞുകൊണ്ട് തന്നെ ദിൻജിത്തിനെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അവനന്ന് എൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് മുംബൈ വെച്ചാണ്. മുംബൈയിൽ അവിടെ ഒരു സ്ക്രീനിങ്ങിന് പോയതാണ് അവനും ഹോൾ ടീമുമായിട്ട്. അപ്പം ഞാൻ അവിടെ നീ മുംബൈയിലല്ല പോകേണ്ടത്, നേരെ ഹോളിവുഡിലേക്ക് വിട്ടു. ഈ പടം അവിടെ ചർച്ച ചെയ്യേണ്ട പടമാണ്. അത്രയും നമ്മളെ അത് ഞെട്ടിച്ച് കളഞ്ഞൊരു പടം. അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിൽ ആക്ടേഴ്സ് ആണെങ്കിലും
പിന്നെ നമ്മൾ വിനീതിനെ എത്ര കാലമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ എത്ര സിനിമകളിൽ കണ്ടിട്ടുള്ള ആ വിനീതിനെ കൊണ്ടുപോലും വളരെ ഡിഫറെൻ്റായ രീതിയിൽ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷവും അതിശയമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇവിടെ ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്ന ഈ സംരംഭത്തിൽ 10-30 സിനിമകളാണെന്ന് തോന്നുന്നു, സിനിമകളും മ്യൂസിക് ആൽബങ്ങളുമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവനവൻ വിജയിക്കണമെന്നായിരിക്കും, അവനവൻ ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏത് റണ്ണിങ് റേസിലാണെങ്കിലും ഒരു ഒന്നാമനേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു രണ്ടാമനോ മൂന്നാമനോ അങ്ങനെയാണ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഒരു മത്സരത്തിൽ ഒന്നാമനായില്ല എന്നതുകൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയോ അവരുടെ തോട്ട്സിനോ വാല്യൂ കിട്ടിയില്ല എന്നാരും നിരാശപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്. ഇതൊരു അനുഭവം മാത്രമായിട്ട് കാണുക, ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വലിയ കാര്യം. അടുത്തത് നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അവിടുന്നായിരിക്കും ഒരു അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യത. അതുകൊണ്ട് ഒരു മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ അതിന് കിട്ടാത്തവർ പലപ്പോഴും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് കിട്ടാത്തവർ അതിൻ്റെ മാനേജ്മെൻറ്റിനെയോ ആ പ്രോഗ്രാം കമ്മിറ്റിയോ അതിൻ്റെ ജൂറിയോ ഒക്കെ കുറ്റം പറയുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും ഒന്നാമനാവാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് മാത്രം ഒന്നാമനാവാൻ പറ്റുള്ളൂ. അപ്പോൾ നിരാശരായാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയും നമ്മളുടെ സോളിനെയും തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾക്കും ആ ഒന്നാമനേക്കാളും ബെറ്റർമെൻറ്റ് അടുത്തൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിലും ആ പ്രോജക്റ്റിൽ ഒരു ബെറ്റർമെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളുടെ കഠിന പ്രയത്നം കൊണ്ട് നമുക്ക് ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു ഫംഗ്ഷനിൽ 1-ാം സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല വലിയ കാര്യം. നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത വെട്ടി തെളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണ്ടത്. അതിന് കഠിന പ്രയത്നം തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. അത് എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ളവരുടെ പ്രോജക്ട്സിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും, നമുക്ക് അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാവരും വിജയിക്കണം നമ്മൾ വിചാരിക്കുക, എല്ലാവരും വിജയികളാണെന്ന് തന്നെ വിചാരിക്കുക, നിരാശപ്പെടാതിരിക്കുക. ഈ ഒരു ജൂറി തിരഞ്ഞെടുക്കുന്ന എല്ലാ ജൂറിയിലും എല്ലാവരുടെയും ഒരേ അഭിപ്രായമായിരിക്കില്ല. ജൂറി തന്നെ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരായിരിക്കും. ആ ജൂറിയുടെ ഒരു തീരുമാനമായിരിക്കും, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും വരുന്നത്. അത് നമ്മൾ അംഗീകരിക്കുക. നമുക്ക് ആ തവണ ഇന്നിപ്പോൾ ഇവിടുന്ന് ആരൊക്കെയാണോ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾക്ക് അപ്രീസിയേഷൻ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലേ നമ്മളൊരു അപ്രീസിയേഷന് അർഹരാവുന്നുള്ളൂ. നമ്മൾക്ക് വിജയിക്കുമ്പോൾ നമുക്ക് അപ്രീസിയേഷൻ കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അതേപോലെ നമ്മുടെ കൂടെയുള്ള നമ്മളുടെ സമപ്രായക്കാരായിട്ടുള്ള നമ്മളെ പോലെ തോട്ട്സ് ഉള്ള നമ്മളെപ്പോലെ അതേ ആംഗിളിലും അതേ എയിമിലും നടക്കുന്ന ആളുകളെ നമുക്കും പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം, നമുക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഇവിടുന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ തോന്നുന്നു. വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും കൂടി ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് നിങ്ങളുടെ നിരാശ മറച്ചു കളയണം. ആ സന്തോഷത്തിൻ്റെ ഭാഗമാവുകയും ചെയ്താൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ കൂടി മെൻ്റൽ സ്ട്രെങ്ത് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് എൻട്രീസ് അയച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്നും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്നും സിനിമയുടെ ബിഗ് സ്ക്രീനിലേക്ക് ഇതൊരു എൻട്രി ആവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം.